അങ്ങനെ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ പരാതിക്കാരി അതിജീവത മുഖ്യമന്ത്രിക്ക് പരാതി നൽകി. ആ പരാതി നൽകിയപ്പോൾ തന്നെ രാഹുൽ എങ്ങനെയാണോ സാമൂഹ്യ മാധ്യമത്തിലും വാർത്താമാധ്യമത്തിലും നിറഞ്ഞു നിന്നത്, അതുപോലെ ആ വാർത്തയും അങ്ങോട്ട് നിറഞ്ഞു നിൽക്കുകയാണ്. ബ്രേക്കിംഗ് ന്യൂസുകളായി ഉടൻ അറസ്റ്റ്, അടച്ചുപൂട്ടി മുങ്ങി, മൊബൈൽ ഫോൺ സ്വിച്ച്ഡ് ഓഫ് തുടങ്ങിയ തരത്തിലുള്ള വാർത്തകളാണ് എല്ലായിടത്തും കാണുന്നത്. ഏതായാലും അതുമായി ബന്ധപ്പെട്ട് ഞാനും എൻ്റെ രാഷ്ട്രീയ സർക്കിളിൽ നിയമജ്ഞന്മാർക്കിടയിൽ അതുപോലെ തന്നെ പോലീസ് ഓഫീസർമാർക്കിടയിലൊക്കെ ഈ കേസിൻ്റെ പരിണിതിയെക്കുറിച്ച് അല്ലെങ്കിൽ അവരുടെ ഒരു അനുഭവങ്ങൾ വെച്ച് എന്തായിരിക്കും ഇതിൻ്റെ തുടർപത്രം എന്നുള്ളതിനെ സംബന്ധിച്ച് ഒരു ചർച്ച നടത്തി. എന്നെ സംബന്ധിച്ചിടത്തോളം ഈ വിഷയത്തിൽ ഈ പറയുന്ന ആരെയും സംരക്ഷിക്കുകയോ അല്ലെങ്കിൽ ആരെയും രക്ഷിക്കുകയോ ചെയ്യേണ്ട ബാധ്യതയില്ലാത്തതുകൊണ്ട് തന്നെ രാഷ്ട്രീയമായി ഒരാളെ കല്ലെറിഞ്ഞ് തകർക്കുകയും അല്ലെങ്കിൽ രാഷ്ട്രീയമായി ഒരു ക്രൂരതകൾ എന്തെങ്കിലും ആണെങ്കിൽ അതിനെ സംരക്ഷിക്കുകയും ചെയ്യേണ്ട ബാധ്യതയില്ലാത്തതുകൊണ്ട് ഇത്തരം ചർച്ചകളിൽ നിന്നും ഈ പറയുന്ന സംഗതികളിൽ നിന്നും മനസ്സിലാക്കിയ ചില കാര്യങ്ങൾ നിങ്ങളുമായി പങ്കുവെക്കുകയാണ്. അതിലൊന്നാമത്തേത് ധാർമ്മികതയാണ്. ധാർമ്മികത ഒരു വലിയ രാഷ്ട്രീയ പാർട്ടിയുടെ യുവജന പ്രസ്ഥാനത്തിൻ്റെ നായകനായി ജനപ്രതിനിധിയായി ഒക്കെ വളർന്നു വരികയും ആ ട്രാക്കിൽ സഞ്ചരിക്കുകയും ചെയ്യുന്ന ആളിനെ സംബന്ധിച്ചിടത്തോളം ധാർമ്മികത എന്നത് ഒരു പ്രധാനപ്പെട്ട വാക്കാണ്. അത് എത്ര പേർക്കുണ്ട് അല്ലെങ്കിൽ എല്ലാവരും എങ്ങനെ എന്നുള്ള ചോദ്യങ്ങൾക്കെല്ലാം ഏതൊരു സംഗതിയും അത് പുറം ലോകത്തും അതുപോലെ മാധ്യമങ്ങളിലും ഒക്കെ പുറത്തേക്ക് വരുമ്പോൾ ഈ രഹസ്യ ധാർമ്മികത, പരസ്യ ധാർമ്മികത എന്നൊക്കെ പറയുന്ന സംഗതികളുടെ മാനം മാറും എന്നുള്ളത് എല്ലാവർക്കും അറിയാം. സംഗതി ഒരുപാട് ആളുകൾ ഇത്തരം മേഖലകളൊക്കെ സഞ്ചരിച്ചു പോവുകയും ഒക്കെ ചെയ്യുന്നവരാണ് എന്ന് പലരും രഹസ്യമായി പറയുമെങ്കിലും പരസ്യമായി വന്നു കഴിയുമ്പോൾ ഇത്തരം കാര്യങ്ങളെ പിന്തുണയ്ക്കാനോ അല്ലെങ്കിൽ അതിനെ പരസ്യമായി അംഗീകരിക്കാനോ ഒന്നും ആരും തയ്യാറാവില്ല. രണ്ടാമതായി ഇതിനകത്തുള്ളൊരു കാര്യം, ഇത്തരം സംഗതികളുമായി മുന്നോട്ട് പോകുന്ന ഒരാൾ അയാളുടെ ഇടപെടലുകളിലും ഇനി അയാൾക്ക് പ്രായം കൊണ്ടോ സ്നേഹം കൊണ്ടോ ബന്ധം കൊണ്ടോ എന്തെങ്കിലും സംഭവിച്ചു പോയാൽ അതിനെ കൈകാര്യം ചെയ്യുന്ന രീതിക്ക് ഒരു പക്വത, അതിൻ്റെ ഒരു ഇമോഷണാലിറ്റി ഉൾക്കൊള്ളൽ, അത്തരം കാര്യങ്ങളൊക്കെ പ്രധാനപ്പെട്ടതാണ്. അതിനപ്പുറത്ത് ഇതൊന്നും ഒരു പ്രശ്നമല്ലെന്നും തന്നെ ബാധിക്കുന്നില്ലെന്നും ഒക്കെയുള്ള തോന്നലുകൾ അത്ര പോസിറ്റീവായിട്ടുള്ള സംഗതികളല്ല. ഒരുപക്ഷേ ഇനി അയാൾ തുറന്നു പറയുമ്പോൾ അല്ലെങ്കിൽ അയാൾക്ക് പറയാൻ ഒരുപാട് സംഭവങ്ങൾ ഉണ്ടാകുമെങ്കിൽ മറിച്ച് പിന്നീട് ചിന്തിക്കാമെങ്കിലും ഒരു പെൺകുട്ടിയുമായി ഇടപഴകുന്നു, ബന്ധപ്പെടുന്നു, സ്നേഹിക്കുന്നു, പരസ്പര സമ്മതത്തോടെ ചിലപ്പോൾ ഗർഭിണിയാവുന്നു, അതിനുശേഷം അത് അബോർട്ട് ചെയ്യുന്നു അല്ലെങ്കിൽ അതിന് മുൻപ് അതിനുള്ള പ്രതിരോധങ്ങൾ സ്വീകരിക്കുന്നു. ഇതൊക്കെ സ്വാഭാവികമായി പല ബന്ധങ്ങളിലും നാട്ടിലുമൊക്കെ ധാരാളമായി നടക്കുന്നുണ്ടാവും. പക്ഷേ ആ സന്ദർഭത്തിൽ അവരോടൊരു ഇമോഷണാലിറ്റി കാണിക്കുകയും അതിനെ ശ്രദ്ധിക്കുകയും ഒക്കെ ചെയ്യേണ്ടതിന് പകരം എന്ത് വന്നാലും ഒന്നുമില്ല എന്ന് പറയുന്നൊരു നിലപാട്, ഒരു കൂസലില്ലായ്മ, അത് അത്ര നല്ല കാര്യമല്ല. എന്ന് മാത്രമല്ല, ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാവുമ്പോൾ സ്വാഭാവികമായി ഇതിൻ്റെ സത്യങ്ങളെല്ലാം അറിയാവുന്നത് ഇവർക്ക് രണ്ടുപേർക്കുമാണ്. ബാക്കിയുള്ളവരൊക്കെ താല്പര്യങ്ങളുടെ പേരിൽ ഇതിനകത്ത് വ്യാഖ്യാനിച്ചും ഏറ്റെടുത്തും ഒക്കെ അങ്ങനെ നിൽക്കുകയാണ്. ഈ സത്യങ്ങൾ അറിയാവുന്ന ആളെന്നുള്ള നിലയിൽ അതിൽ താൻ ഒതുങ്ങേണ്ടതുണ്ടോ, താൻ അതിൻ്റെ പരിഹാരകർമ്മം എന്താണ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഞാനിത് പറഞ്ഞതിൻ്റെ കാര്യം, ചിലരിങ്ങനെയൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ ഒരു വിവാഹം കഴിക്കുന്നവരുണ്ട്, അല്ലെങ്കിൽ അവരോട് തന്നെ മാപ്പ് പറഞ്ഞ് അതിൽ നിന്ന് തലയൂരുന്നവരുണ്ട്, അല്ലെങ്കിൽ അത് സെറ്റിലാക്കുന്നവരുണ്ട്. അങ്ങനെ പല ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ അതിൽ ഇതൊക്കെ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളതിനപ്പുറം വീണ്ടും വളരെ പ്രകടമായി വളരെ ബാഹ്യമായി രംഗത്ത് വരുമ്പോൾ ഒന്നെങ്കിൽ തൻ്റെ ഭാഗം അത്രമേൽ ശരിയായിരിക്കണം, അതല്ലെങ്കിൽ അത് ഈ പറഞ്ഞതുപോലെ ഒരു വലിയ അഹങ്കാരത്തിൻ്റെ ലക്ഷണം കൂടിയാണ്. നമ്മൾ സാധാരണ പറയുന്നൊരു കാര്യമുണ്ട്, ഈ പറയുന്ന 1000 നേരത്തെ നമസ്കാരത്തെക്കാൾ ഭയങ്കരമാണ് ഒരു അഹങ്കാരിയെ ആ അഹങ്കാരത്തിൽ ഈ നമസ്കരിക്കുന്ന അല്ലെങ്കിൽ മുട്ടുകുത്തുന്ന ഒരു സ്ഥിതിയിലേക്ക് എത്തിക്കുക എന്നൊക്കെ പറയുന്ന ചില നാടക പ്രയോഗങ്ങളൊക്കെ ഇതിലുണ്ട്. അപ്പോൾ ഏതായാലും ധാർമ്മികതയുടെ കാര്യം അങ്ങനെയാണ്. രണ്ടാമതായി ഇതിലുള്ള നിയമപരമായ സംഗതി. ആ നിയമപരമായ സംഗതിയിൽ നമ്മുടെ ജോർജ് ജോസഫ് എന്ന് പറയുന്ന ഒരു റിട്ടയേർഡ് DYSP അദ്ദേഹം ഒരു ചർച്ചയിൽ പറഞ്ഞത്, ഇപ്പോൾ ഇതുവരെ പുറത്തു വന്ന കാര്യങ്ങൾ എഴുതി കൊടുത്താൽ അതിൽ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല എന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ അഭിപ്രായ പ്രകടനം. ഇനി അതിനപ്പുറത്ത് ഇതൊരു പീഡനമാണെങ്കിൽ എന്ന്, എങ്ങനെ, എവിടെ വെച്ച് തുടങ്ങിയ ഒരുപാട് ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാകുമ്പോഴാണ് അത് നിലനിൽക്കുന്ന ഒരു കേസായി മാറുന്നത് എന്നാണ്. മറ്റൊരു പ്രഗത്ഭനായ പോലീസ് ഓഫീസർ പറഞ്ഞത്, 164 പ്രകാരം ഈ കുട്ടി ഒരു മജിസ്ട്രേറ്റിന് മുന്നിൽ മൊഴി കൊടുക്കുന്നു. ആ മൊഴി കൊടുക്കുമ്പോൾ
ഈ പറഞ്ഞതുപോലെ തൻ്റെ ഇംഗിതത്തിന് വിധേയമായാണോ, അതോ കൺസെൻഷ്വൽ സെക്സ് ആണോ, അതല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ എഗൻസ്റ്റ് വിൽ ഇംഗിതത്തിന് വിധേയമാക്കി തന്നെ, അതായത് തൻ്റെ ആഗ്രഹത്തിന് ഇഷ്ടമല്ലാതെ, തൻ്റെ താല്പര്യമില്ലാതെ ബലപ്രയോഗത്തിലൂടെ ഇത് ചെയ്തതാണോ എന്നൊക്കെ പറഞ്ഞ് സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്താൽ 164 മൊഴി കൊടുക്കുമ്പോൾ അതിനനുസരിച്ച് പോലീസ് ചെയ്യുക, ആ മൊഴിയുടെ അടിസ്ഥാനത്തിൽ ഒരു കേസ് ചാർജ് ചെയ്യുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് കോടതിയാണ് തീരുമാനിക്കേണ്ടത് ഏത് വകുപ്പാണ് നിലനിൽക്കുന്നത്. അതിൽ കേവലം ചീറ്റിങ് മാത്രമാണോ, അതോ പീഡനം അതിൻ്റെ പരിധിയിൽ വരുമോ എന്നുള്ള സംഗതികളൊക്കെയാണ് ഇതിൽ നിലനിൽക്കുന്നത്. അതിജീവിതയെ സംബന്ധിച്ച ഈ പല കാര്യങ്ങളും ഇപ്പോൾ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. അവരാരാണെന്നും എന്താണെന്നും ഒക്കെയുള്ള രീതിയിലൊക്കെയുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട്. അതൊന്നും നിയമപ്രകാരമുള്ളതല്ലാത്തതുകൊണ്ട് അതിൻ്റെ വിശദാംശങ്ങളിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല. അപ്പോൾ എന്തായാലും അതിൻ്റെ പ്രക്രിയയാണ് ഇനി അതിലുള്ളത്. മൂന്നാമത്തേത് ഇതിൻ്റെ പൊളിറ്റിക്കൽ വേർഷനാണ്. ഈ പൊളിറ്റിക്കൽ വേർഷൻ നോക്കുമ്പോൾ കോൺഗ്രസ് പാർട്ടിക്ക് വളരെ ക്ലിയറായി പറയാം, ഞങ്ങൾ സസ്പെൻഡ് ചെയ്തു, അയാൾക്കെതിരെ പരാതി പോലുമില്ലാതെ നടപടി സ്വീകരിച്ചു എന്ന് പറയുമ്പോഴും ഈ ഇലക്ഷന് കോൺഗ്രസ് ഉയർത്തിക്കൊണ്ടുവരുന്ന ശബരിമല കൊള്ളയും PM ശ്രീയിലെ ഒപ്പിടലും ഇപ്പോൾ ഏറ്റവും പുതിയതായി ലേബർ കോഡ് എന്നെ സംബന്ധിച്ച വിവാദങ്ങളുമെല്ലാം നാളുകളിൽ ഈ ചാനൽ ബ്രേക്കിങ്ങിലൂടെയും ഒക്കെ അങ്ങോട്ട് ഇല്ലാതായിത്തീരും. എന്ന് മാത്രമല്ല, ഒരു മുതലാളിയുടെ ചാനലിന് നേരെ ബാർക്ക് കോഴക്കേസിൻ്റെ വലിയ ആരോപണം നിന്നപ്പോൾ അവർക്കിതൊരു വലിയ റിലീഫായിട്ടുണ്ടാവും. മണിക്കൂറുകൾ ഇടവിട്ട് അതിനെ തകർത്തുകൊണ്ടേയിരിക്കും. രാഷ്ട്രീയമായി ഇതിൻ്റെ ഒരു ചരിത്രം എടുത്ത് നോക്കിയാൽ PT ചാക്കോയുടെ സ്ത്രീ സാന്നിധ്യം ഉണ്ടായ നമ്മുടെ ശങ്കർ സാറിൻ്റെ ഗവൺമെൻറ്റിൻ്റെ പതനത്തിലേക്ക് കലാശിച്ച ആ രാജി മുതൽ ഇങ്ങോട്ട് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ വരെ എത്തി നിൽക്കുന്ന നിരവധിയായ ആരോപണങ്ങളും ആക്ഷേപങ്ങളും കേസും വഴക്കും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. ഈ സീക്വൻസ് ഒന്നും ഓർമ്മിച്ച് പറയാൻ കഴിയുന്നില്ല. PT സാറുമായി ബന്ധപ്പെട്ട വിഷയം, പിന്നെ അത് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ PJ ജോസഫ് സാറുമായി ബന്ധപ്പെട്ട വിഷയം, കുഞ്ഞാലിക്കുട്ടി സാറുമായി ബന്ധപ്പെട്ട വിഷയം, നീലലോഹിതദാസൻ നാടാർ സാറുമായി ബന്ധപ്പെട്ട വിഷയം, പിന്നെ അതുകൂടാതെ ഗണേഷ് കുമാർ സാറുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, പിന്നെ ജോസ് തെറ്റയിലുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, ശശീന്ദ്രനുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, M വിൻസെൻറ്റുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, സരിത കേസുമായി ബന്ധപ്പെട്ട് ഒരു കൂട്ടം നേതാക്കൾ, മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി സാർ അടക്കമുള്ള ആളുകൾ പിന്നെ ആരോപണ വിധേയമാക്കപ്പെട്ട കേസുകൾ, KC വേണുഗോപാൽ, AP അനിൽകുമാർ, അടൂർ പ്രകാശ്, ജോസ് മോന്, അങ്ങനെ പറയുന്ന ഒരു കൂട്ടം ആരോപണങ്ങളുടെ സംഗതികൾ ഉണ്ടായിരുന്നു. ഇനി ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടോ എന്ന് എനിക്ക് ഓർമ്മയില്ല. ഏതായാലും അതുമായി ബന്ധപ്പെട്ട ഒരു നിര കേസുകൾ, പിന്നെ ചാരക്കേസുമായി ബന്ധപ്പെട്ട് അതിൽ രാഷ്ട്രീയക്കാരായിരുന്നില്ല കുടുങ്ങിയത്, അതിനകത്ത് ആരോപണ വിധേയരായി നമ്പി നാരായണനും ഒക്കെ പെട്ട ഒരു സ്ഥിതി. അങ്ങനെ ഒരു കേസുകളുടെ ഒരു പരമ്പര ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഈ പരമ്പരയിലെല്ലാം ഉള്ളത് മുകേഷ് എൻ്റെ കേസ് ചെയ്യാൻ വിട്ടുപോയി. മുകേഷ് ഇവരാരും തന്നെ, ഈ ആരോപണ വിധേയരാരും തന്നെ MLA സ്ഥാനം ആരും രാജിവെച്ചിട്ടില്ല. പീഡന കേസിൽ പ്രതിയായവരോ, കുറ്റപത്രം കോടതിയിൽ കിടക്കുന്നവരോ, ആരോപണ വിധേയരായവരോ, കടകംപള്ളി ഉണ്ട് അതിൻ്റെ ഇടയ്ക്ക് ആരോപണ വിധേയനായി. അങ്ങനെ നിരവധിയായിട്ടുള്ള സംഗതികൾ ഇതുമായി ബന്ധപ്പെട്ട് ധാരാളമായി വന്നിട്ടുണ്ട്. സ്വപ്ന വന്നിട്ടുണ്ട്, മറന്നുപോയതല്ല അത്ര നീളമുള്ളതായതുകൊണ്ട്. മന്ത്രിമാർ പലരും രാജിവെച്ചിട്ടുണ്ട്. PJ ജോസഫ് സാർ രാജിവെച്ചു, PK കുഞ്ഞാലിക്കുട്ടി സാർ രാജിവെച്ചു, ഗണേഷ് കുമാർ സാർ രാജിവെച്ചു, പിന്നെ നീലലോഹിതദാസൻ നാടാർ സാർ രാജിവെച്ചു, പിന്നെ ശശീന്ദ്രൻ സാർ രാജിവെച്ചു. അങ്ങനെ അടക്കം ഇങ്ങനെ ഒരുപാട് പേർ മന്ത്രിസ്ഥാനം രാജിവെച്ചിട്ടുണ്ട്. MLA സ്ഥാനം ആരും രാജിവെച്ചിട്ടില്ല. പിന്നെ പൊളിറ്റിക്കൽ കരിയർ എടുത്ത് നോക്കുമ്പോഴും ഈ ആരോപണ വിധേയരായവരുടെ എല്ലാവരുടെയും പൊളിറ്റിക്കൽ കരിയർ ഒന്നും ഇല്ലാതായിട്ടില്ല എന്ന് മാത്രമല്ല, അത്തരം ആളുകളൊക്കെ പിന്നീട് ജോസ് തെറ്റയിൽ എന്നൊക്കെ പറയുന്നവർ ഇതിൽ നിന്ന് പിൻവാങ്ങിയതൊഴിച്ചാൽ, അങ്ങനെ വളരെ കുറഞ്ഞ ആളുകൾ സീനിൽ നിന്ന് ഔട്ടായതൊഴിച്ചാൽ ബാക്കി എല്ലാവരും വളരെ സജീവമായി തന്നെ ഇന്ന് രാഷ്ട്രീയത്തിലുമുണ്ട്. അപ്പോൾ ചുരുക്കത്തിൽ ഇതാണ് അതിൻ്റെ ഒരു പൊളിറ്റിക്കൽ സംഗതിയും അതുപോലെ തന്നെ ലീഗൽ ഫ്രെയിംവർക്കും എല്ലാ കാര്യങ്ങളും. ഇതിലൊരു കാര്യമുള്ളത് ഞാൻ ഇപ്പോഴും ആവർത്തിച്ച് പറയുന്നു, ഈ കമൻ്റ് ഇടുക, ആക്ഷേപിക്കുക, അങ്ങോട്ടും ഇങ്ങോട്ടും ബഹളം വെക്കുക, ചർച്ച നടത്തുക എന്നൊക്കെ പറയുന്നത് ഇപ്പോഴത്തെ കാലത്ത് രാഷ്ട്രീയക്കാർ വ്യൂസ്, റേറ്റിംഗ്, പരസ്യം ഇതുമൊക്കെയായി ബന്ധപ്പെട്ട ഒരു സംഗതിയാണ്. പക്ഷേ ഇതിൻ്റെ തുടർ സംഗതികൾ ഈ പറഞ്ഞ നമ്മൾ വേടൻ്റെ പീഡനം വന്നപ്പോഴും പിന്നെ അതുപോലെ തന്നെ മുകേഷിൻ്റെ കാര്യം വന്നപ്പോഴും അങ്ങനെ ഓരോരുത്തരുടെ കാര്യം വരുമ്പോഴും ഇപ്പോൾ കോടതി വളരെ കൃത്യമായി പീഡനം ഏതാണ്, കൺസെൻഷ്വൽ സെക്സ് ഏതാണ്, ഇതിലെന്താണ് സംഭവിച്ചിട്ടുള്ളത്, പീഡനമാണോ ചീറ്റിംഗ് ആണോ, ഇതിനകത്ത് എന്താ സംഭവിച്ചിട്ടുള്ളതെന്ന് ഏറ്റവും നന്നായി അറിയാവുന്നത് രണ്ടു പേർക്കുമാണ്. ഈ പെൺകുട്ടി പരാതി കൊടുത്ത സ്ഥിതിക്ക് അവർക്കും ഉണ്ട് കോൺഫിഡൻസ്. ഏത് പരാതി വന്നാലും നേരിടുമെന്ന് പറഞ്ഞ് പരസ്യമായി ഒരു കൂസലുമില്ലാതെ ഇറങ്ങിയ അയാളും കാണിക്കുന്നുണ്ട് കോൺഫിഡൻസ്. ഇതിലെന്താണ് സംഭവിക്കുക എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം.